വടക്ക് കിഴക്കേ മൂലയ്ക്കോ തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്കോ എന്തെങ്കിലും പുതിയതായിട്ടൊരു കുരിശാലയം പോലെ പുതിയതായിട്ട് നമ്മുടേതല്ല മറ്റാരുടെയെങ്കിലും നമ്മുടെ അമ്പലത്തിൽ തെക്ക് കിഴക്കേ മൂല വടക്ക് തെക്ക് പടിഞ്ഞാറേ മൂല ഈ രണ്ട് ദിക്കുകളെ ഒന്ന് മനസ്സിൽ കണ്ടോളൂ. അങ്ങനെ വല്ലതും തോന്നിയിട്ടുണ്ട്? ബേച്ചാങ്കോട്ടിയല്ലേ നമ്മുടെ ക്ഷേത്രം വച്ചതിന് ശേഷം അതിന് മുമ്പേ ഉള്ളൂ. വീടല്ല, കുരിശാല മീൻസ് എന്ന് പറഞ്ഞാൽ യോഗീശ്വരനെ ആരാധിക്കുക, കാവ് ആരാധിക്കുക, വേറെ എവിടെ അത് അല്ല, നമ്മുടെ ഭൂമി അല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ ഭൂമിയല്ല, നമ്മുടെ ഭൂമി വെട്ടിപ്പിന്ന് നമ്മുടെ അമ്പലം ഇതിന് ഈ ദിക്കിലേക്ക് മനസ്സിലായില്ല. ഇങ്ങനെ ഈ ദിക്കിലേക്ക് ഈ രണ്ട് ദിക്കുകളിലേക്ക് ഏതെങ്കിലും ആരാധനാ സമ്പ്രദായം പുതിയതായിട്ട് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ നേരത്തെ ഉള്ളത് പുനഃസൃഷ്ടി അങ്ങനെ ഉണ്ടായിട്ടുണ്ട്? അവിടുത്തെ കാവില് മഴയത്ത് വൃക്ഷം വീഴുന്ന മുകളിൽ ഇതൊക്കെ പോയി എന്ന് വെച്ചാൽ ഒരു വരുത്തുപോക്കുണ്ടോ? അതാണ് ഈ പറഞ്ഞത്. നമ്മുടെ ക്ഷേത്രത്തിന്റെ നേരെ ഫ്രണ്ടില് കിഴക്ക് തെക്ക് കിഴക്കേ മൂല അവിടെ ഒരു വീട്. ശരി. ആ വീട്ടിൽ ഇപ്പൊ ഈ അടുത്ത കാലത്ത് യോഗീശ്വരനെ മന്ത്രം മുക്കി അവരുടെ പൂർവികരുടെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് അതിന്റെ കാര്യങ്ങൾ സംശയം ചോദിക്കാനായിട്ട് അവിടെ വീട്ടിൽ വന്നു. തങ്കിയിലെ തങ്കി അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ എന്തോ ഒരു ഉപചാരക്രമം ഉണ്ട് അവിടെ. അതായത് നമ്മുടെ അച്ഛന്റെ കുടുംബം മൂലയിൽ നമ്മുടെ റിലേറ്റീവ്സ് ആണോ? അല്ലല്ല, പക്ഷെ ബന്ധമുണ്ട്. ബന്ധമുണ്ടെന്ന് പറയാൻ അച്ഛന്റെ കുടുംബക്ഷേത്രത്തിന്റെ ഒരു ദേവീക്ഷേത്രം ഉണ്ടായിരുന്നു. പൂർവികമായിരിക്കുന്ന ദേവീക്ഷേത്രം കഴൂർ ദേവീക്ഷേത്രം, കാഞ്ഞിരകുളം ആ ഭാഗത്ത് 2-3 കിലോമീറ്റർ മാറിയിട്ടാണ്. അതിന്റെ അവിടുത്തെ ഭൂമി അവർക്ക് ഇതിൽ കൊടുത്ത് അവിടെ താമസിച്ചുകൊണ്ടിരുന്നവരാണ് ഞാൻ ഈ പറഞ്ഞ. അവരിപ്പം കോളനി കിട്ടി. നമ്മുടെ ഈ പറഞ്ഞ ഈ കറക്റ്റ് ഈ ലൊക്കേഷനിൽ ആദ്യത്തെ വീട് ഈ വീടാണ്. ഈ കോളനിക്കകത്ത് അപ്പൊ ഇവരവിടെ ആരാധിച്ചുകൊണ്ടിരുന്ന അവിടെയൊക്കെ പറ്റാതെ വന്നപ്പോൾ ഒന്നും കൊടുക്കാതെ ഇരുന്ന് അങ്ങനെ ഇവർക്ക് ഇപ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടുകൾ വന്നു. ജ്യോത്സ്യരുടെ അടുത്ത് പോയപ്പോൾ മന്ത്രമൂർത്തി യോഗീശ്വരനെ കൊണ്ടുവന്ന് അതിന് സങ്കല്പിച്ച് വിളക്ക് കത്തിക്കണമെന്ന് പറഞ്ഞു. ഇവിടെ എണ്ണ വാങ്ങിച്ച് തരണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നമ്മളെ ഇവിടെ എണ്ണ വാങ്ങിച്ച് തന്നിട്ട് നിങ്ങളുടെ കുടുംബത്തെ അവരുടെ മനസ്സില് അവർക്ക് കിട്ടിയ പ്രശ്നം അതായിരുന്നു. ഇന്ന ദിക്കിൽ ക്ഷേത്രമുണ്ടെന്നും ആ ക്ഷേത്രത്തിലെ ആരാധനാ സമ്പ്രദായം ഇവരുമായി ബന്ധമുണ്ടെന്നുള്ള കണക്ക് ഞാൻ പറഞ്ഞതിന്റെ മനസ്സിലായി. അങ്ങനെ ബന്ധമുണ്ട്. അപ്പൊ അവരിപ്പോ പുനഃസൃഷ്ടിച്ചല്ല. അപ്പൊ അവര് പറഞ്ഞ എങ്ങനെയാന്ന് പറഞ്ഞാൽ എന്നാൽ വീട്ടിൽ ഞാൻ കത്തിച്ചോളാം, ഇവിടത്തേക്ക് നമ്മൾ സങ്കല്പിച്ച് അവരനിയത്തിയും ചേട്ടത്തെയും കൂടെ കൊണ്ടുവന്ന് എണ്ണ കൊണ്ടുവന്ന് വച്ചിട്ട് മതിലിന്റെ വെളിയിൽ വെച്ചിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞതുപോലെ എണ്ണ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, അതൊന്നും എടുത്ത് കത്തിക്കുന്നു. അതെ, അപ്പൊ അതൊരു നിയുക്തമായൊരു ചടങ്ങാണ്. നമ്മളെ പൂർത്തീകരിക്കുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ചടങ്ങാണ്. മനസ്സിലായി? ഞാൻ പറഞ്ഞ ലക്ഷണം ഉണ്ടായിരുന്നു. അത് വലിയൊരു സമ്പ്രദായമാണോ? ഒന്നും വിഷമിക്കണ്ട, ഇതൊക്കെ നമുക്ക് അനുകൂലമായിട്ട് വരിക. ഞാൻ പറഞ്ഞത് നമ്മുടെ സ്ഥലവും നമ്മുടെ പ്രദേശവും ഇത്രയാണെങ്കിൽ അത് വിപുലീകരിച്ച് വ്യാസപൂർണമായി മാറുമെന്നാണ് ആ സ്ഥലത്തിന്റെ അർത്ഥം. എന്നുവെച്ചാൽ പല സ്ഥലങ്ങളിൽ നിന്നാണ് വരും. അവസാനം നമുക്കവിടെ പൊങ്കാലയിടാൻ സ്ഥലമില്ലാതെ കൊച്ചേച്ചി പറയാറുണ്ട്. അങ്ങനൊരു പ്രത്യേകതയുണ്ട്. കാരണം വിശ്വാസികൾ കൂടും. വരുന്നവരുടെ മനസ്സിൽ ഇന്നത് സാധിക്കുന്ന ഒരവസ്ഥ ഉണ്ട്. അതിപ്പോഴും തുടർച്ചയായിട്ട് വരുന്നവർ ആ മനസ്സിലാണ് വരുന്നത്. അവസ്ഥയുണ്ട്. ഈ 1-ാം തീയതി പ്രത്യേകമായിട്ട് നമുക്ക് ഈ ഒരു കാര്യം കൂടെ ചെയ്യണമെന്നൊരു സമ്പ്രദായം ഉണ്ട്. ഞാനൊരു ഇപ്പോഴത്തെ ലക്ഷണരാശിയുള്ള നമ്മുടെ ദേവിയുടെ മുമ്പിൽ മഞ്ഞൾപ്പറയില്ലേ, എല്ലാ മാസവും ഒരു മഞ്ഞൾപ്പറ നടക്കുന്നത് ഇതാണ്. മനസ്സിലായോ? അതിൽ 3 കാര്യങ്ങളുണ്ട്. 1 സ്വയംവരം, 2 തൊഴിൽ, 3 മംഗളകർമ്മം. ഈ മംഗളകർമ്മങ്ങൾ എന്ന് പറയുന്നത് വീടാകാം, അല്ലെ, എന്ത് കാര്യങ്ങളുമാണ്. അങ്ങനെ ഒരു സമ്പ്രദായത്തിന് മഞ്ഞൾപ്പറ നടത്താം. വലിയ പറ വേണ്ട, ചങ്ങഴി മതി. ചങ്ങടിക്കകത്ത് മഞ്ഞൾ മതി. അതെല്ലാം പറ വയ്ക്കണമെങ്കിൽ വെക്കാം കേട്ടോ. 1 വർഷം ഉപയോഗിക്കാം. ഒരു മഞ്ഞൾ 10 കിലോ മഞ്ഞൾ മതി. 10 കിലോ മഞ്ഞൾ ഒരു പറയുമായിട്ട് 1-ാം തീയതി നടയിൽ വെച്ച് നമ്മൾ വരുന്നവരൊക്കെ മഞ്ഞൾപ്പുറ നടത്തുക.
അപ്പൊ നമ്മൾ ഒരു ചെറിയൊരു തുക അതിന് വേണ്ടി ഈടാക്കുക, ഒരു 50 രൂപ. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ വെളിയിൽ നിന്ന് വരുന്നവരും ഇത് ചെയ്യും. മനസ്സിലായി? അങ്ങനെ ഒരു സമ്പ്രദായം ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ ഒരു കാര്യസാധ്യ മനസ്സങ്കല്പം ചെയ്തോളാം എന്ന് പറഞ്ഞാൽ മതി. കറക്റ്റായിട്ട് കാര്യങ്ങളാണ്. മനസ്സിലായി? അത് വൃശ്ചിക 1-ന് ആരംഭിക്കും, തുലാ 1-ന് നമ്മുടെ നാഗത്തുള്ളതും, വൃശ്ചിക 1-ന് മഞ്ഞൾപ്പറ. മഞ്ഞൾപ്പറ 2 രീതിയിൽ വരും. ഒന്ന് ദേവിക്കുള്ളതാണ്, 2 സർപ്പത്തിനുള്ളതാണ്. മഞ്ഞൾപ്പറ സർപ്പത്തിന് പ്രധാനം, മണാറശാല ഏറ്റവും പ്രധാനമായിട്ടുണ്ടെന്ന് മഞ്ഞൾ പറയാം. മനസ്സിലായി? അതുകൊണ്ട് ആ സമ്പ്രദായം നമുക്കൊന്ന് ആക്കിയെടുക്കാം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മാറ്റങ്ങളോട് വരാൻ പോകും. അതുകൊണ്ടാണല്ലോ പ്രതിഷ്ഠ ദിവസം മംഗല്യത്തിന് വേണ്ടി ഉറപ്പിക്കാൻ പോയ കല്യാണം നടന്നില്ലേ? അത് വലിയൊരു പുണ്യല്ലേ? ഒന്നും വിഷമിക്കണ്ട, പൂർണ്ണ രൂപമായിട്ട് നിൽക്കുക. കർക്കിടക രാശിയാണ്. കർക്കിടക രാശിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഉച്ചസ്ഥ രാശിയുടെ വ്യാഴത്തിന്റെ അധിപഗേഹമാണ്. എന്നുവെച്ചാല് ഭഗവാൻ അവിടെ പൂർണ്ണ, എന്തായാലും അവിടെ ശ്രീരാമനും കൃഷ്ണനും ഒക്കെ അവിടെ ഉണ്ടല്ലോ, ശരി, പ്രാർത്ഥനയില്. അപ്പൊ ആ ഒരു സമ്പ്രദായത്തിൽ നിൽക്കുന്ന എല്ലാ ഗ്രഹങ്ങളും അവിടെ അനുകൂലമായിട്ട് നിൽക്കാം. ഒരു തരത്തിലും വിഷമിക്കണ്ട, സധൈര്യം നമുക്ക് കാര്യങ്ങൾ നീക്കാം. കേട്ടല്ലേ? അതുകൊണ്ട് അവിടെ ഈ പറഞ്ഞ യോഗീശ്വര സ്വാമി ആവട്ടെ, അവിടുത്തെ കാർത്യായനി അമ്മമ്മ ആവട്ടെ, മനസ്സിലായോ? എല്ലാവരും അങ്ങനെ വന്ന് നമുക്ക് അവിടെ ചൈതന്യ തേജസ്സായിട്ട് അവിടെ നിൽക്കുക. തെങ്ങുണ്ടോ അതിനകത്ത്? നിങ്ങളല്ല, നമ്മുടെ പറമ്പിലുണ്ട്. തേക്കുണ്ടായിരുന്നു, തേക്ക് മുറിച്ചു. ആ തേക്ക് അല്ല, തെങ്ങേ, തെക്ക് പടിഞ്ഞാറ് വശമുണ്ട്, അതല്ല. ഒന്നും വിഷമിക്കണ്ട, ഒരു തരത്തിലുള്ള തടസ്സവും ഇല്ല. അതിനേക്കാൾ വലുതായിട്ട് വേറെ ഒന്നുമില്ല. അപ്പൊ ആ നമ്മളിപ്പോ എങ്ങനെയാണോ പോകുന്നത് അത് അങ്ങനെ അങ്ങ് പോട്ടെ. അത് നമുക്ക് കൂടുതൽ പ്രയോജനപ്രദമായിട്ട് നമുക്ക് ഗുണകരമായിട്ടാണ് വരുന്നത്. ഒരു തരത്തിലും ഭീതമായ വിഷമം വേണ്ട. കേട്ടല്ലേ? തന്നെ ആദ്യ അഭിപ്രായങ്ങളൊന്നും വരില്ല. ഒരു നല്ല രീതിയിലൊന്നും സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അഭിപ്രായങ്ങൾ മാറിപ്പോകും. ഇപ്പൊ കുടുംബ യോഗം വെച്ചു ക്ഷേത്രത്തിന് വേണ്ടി. അപ്പൊ അണ്ണനൊരു അഭിപ്രായം പറഞ്ഞു, ഇപ്പൊ ഞങ്ങൾക്ക് അമ്പലം വെച്ചതിൽ ഇത്തിരി കടമുണ്ടല്ല. അപ്പം ആദ്യം കടങ്ങൾ വീട്ടുക. കടങ്ങൾ വീട്ടി ഓരോരുത്തർ ഗോൾഡ് തന്ന് പറയുന്നത് അങ്ങനെയൊക്കെ കടങ്ങൾ വീട്ടി. ഇനി ആ ഗോൾഡ് എടുക്കണം. ആദ്യം കടങ്ങൾ വീട്ടുക. വീട്ടിയിട്ട് പ്രതിഷ്ഠ, നാഗർ പ്രതിഷ്ഠ ഇപ്പൊ പോണ പോലെ പോയിട്ട് മണ്ണാറശാലയൊക്കെ ചെയ്യാനുള്ളത് ചെയ്യാം. പ്രതിഷ്ഠ ഈ കടങ്ങൾ വീട്ടിയിട്ട് നാഗർ പ്രതിഷ്ഠ നടത്താമെന്ന് അണ്ണൻ പറഞ്ഞു. അപ്പൊ ഞങ്ങളത് എതിർത്തു. അത് വേറെ ആരുടെയെങ്കിലും സ്വരവേദം എന്ന് പറയും. ഈ സ്വരവേദം വരുന്നത് എന്താന്ന് വെച്ചാല് നാഗങ്ങളില് അധമനാഗമുണ്ട്. അധമനാഗം എന്ന് വെച്ചാല് മറ്റ് സ്ഥലങ്ങളിൽ നാഗർക്ക് പൂജ ലഭ്യമാകാത്ത നാഗങ്ങൾ ഇവിടുത്തെ നാഗങ്ങൾക്ക് പുഷ്ടി വരുതെന്ന് ആഗ്രഹിക്കുന്ന തരത്തിലേക്കുള്ള തടസ്സം വരും. അതൊരാളുടെ നാവിൽ കയറും. അവരെ കൊണ്ട് പറയിപ്പിക്കുക. അത് ആ ചേട്ട കുറ്റമല്ല, അത് അങ്ങനെ സംഭവിക്കുന്നതാ. മനസ്സിലല്ല? അപ്പൊ നമ്മൾ എന്നാ ഞങ്ങൾ ചെയ്യുന്നില്ല, ഇനി നമ്മൾ വേണ്ട എന്ന് തീരുമാനിക്കുന്നൊരവസ്ഥ വരും. അപ്പൊ അത് വരരുത്. നാഗരുടെ വിഷയത്തിൽ പൂർണ്ണമായിട്ടും ആ നാഗ സംബന്ധിയായിരിക്കുന്ന കാര്യങ്ങൾക്ക് പൂർത്തീകരണം വേണം. പണ്ടൊരു സംഭവം എന്ന് വെച്ചാല് കൊട്ടാരക്കരയ്ക്ക് എടുത്തൊരു ടീമാണ്. കൊട്ടാരക്കര എത്തിയെന്ന് ഞാൻ വിളിച്ചോളാം. അതിനൊരു ലക്ഷണം ഞാൻ പറഞ്ഞു. ഒരു ടീമാണ് ഇതുപോലെ വസ്തുക്കളും വിറ്റ്, മൊത്തം വസ്തുവും വിറ്റ്, നാഗരുടെ സ്ഥലമായിരുന്നു. അത് മൊത്തം വിറ്റേച്ചും വന്നു. വിറ്റേച്ചും വന്ന സമയത്ത് വീടെത്തുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ അധികാരിയായിരിക്കുന്ന അച്ഛൻ തളർന്നു. 2 പേർക്കാണ് അവിടെ ഭ്രാന്ത് വന്നത്. നാഗർക്കെന്നുകൊണ്ട് കുഴപ്പമുണ്ട്. ബാക്കിയുള്ളവരെ പോലെ അല്ല, ഇവർ പണി തരുന്നത്. നമ്മളിട്ട് ചുറ്റി കറക്കി നാശമാണ്. പിന്നൊരു വലിയൊരു പുറക്കാട് വലിയൊരു ഇല്ലം. ആ ഇല്ലത്തിൽ ഉണ്ടായൊരു സംഭവം എന്ന് വെച്ചാൽ മൂത്ത മകള്, ആ മകള് ഒരു ക്രിസ്ത്യാനോട് ഇറങ്ങി. ബാക്കി 3 പെൺപിള്ളേർ അവരും കല്യാണം കഴിച്ചു. പക്ഷേ ഇതിന്റെ അവകാശി അച്ഛൻ എഴുതി വെച്ച മൂത്ത മകൾക്ക്. അപ്പൊ ഈ കാവിന്റെയും ഈ ഇല്ലത്തിന്റെയും 1.25 ഏക്കർ അതിന്റെ അവകാശം വന്നത് ഈ ക്രിസ്ത്യാനിക്കാണ്. അവനെന്ത് ചെയ്തു? അവൻ നേരെ വന്ന് കാവും കുളവും എല്ലാം നശിപ്പിച്ച്, വെട്ടി നശിപ്പിച്ച്, നടുക്കൂടെ 4 വഴി ഓടിട്ട് അന്ന് ഹൈവേ വന്നതുകൊണ്ട് വിറ്റ് 12.5 ലക്ഷം രൂപ സെന്റിന് വെച്ചു. വളരെ ആർക്കും വേണ്ടാവുന്നൊരു സ്ഥലം 12.5 ലക്ഷം രൂപ സെന്റ് വെച്ചുണ്ട്. 1.25 ഏക്കർ.
വസ്തു മേടിച്ചു, ഇവൻ വിറ്റു പണം മേടിച്ചുള്ള സത്യമാണ്. പക്ഷെ അവൻ അതോടുകൂടി തകർന്നു. ഒരു മോനുണ്ടായിരുന്നു, ആ മോൻ പാമ്പ് കുത്തി മരിച്ചു. ഒറ്റ മോനാണ്. ഇനി കഴിഞ്ഞ ദിവസം ഒരു 3 ആഴ്ചയുള്ള ആ പെണ്ണിനെ കണ്ടെത്തും. ഓടി വന്ന് എനിക്ക് പറഞ്ഞ് ഇങ്ങനത്തെ ദുരന്തം ഉണ്ടായി. ഞാൻ പറഞ്ഞ് അച്ഛൻ സ്വരുക്കൂട്ടി ആ മുതലിനെയല്ലേ നശിപ്പിച്ചു, അതിനപ്പുറം വേറൊന്നുമില്ല. ഇതെന്ത് പറയാനാണ് അവരുടെ രീതി. അപ്പം ഇവിടെ ക്രിസ്ത്യാനിയായി ആലോചിച്ച് നോക്കണം. വലിയ ഒരു ദേവാലയപ്പുരയുള്ള ഇല്ലത്തിൽ ജനിച്ചിട്ട് അവള് ക്രിസ്ത്യാനിയായി മാറിയിട്ട് അവസ്ഥ നടക്കുന്നു. അപ്പൊ ഇത് കാവുന്ന ഒരു സമ്പ്രദായം എന്ന് പറഞ്ഞാൽ രാജയോഗം. കാവ് രാജയോഗമാണ്. കാവ് ബ്രാഹ്മണ സമ്പ്രദായമാണ്. ഈ സമ്പ്രദായങ്ങളിൽ പൂർവികമായി നമുക്ക് ബന്ധമുള്ളതുകൊണ്ടാണ് കാവ് നമുക്ക് സംരക്ഷിക്കാൻ കഴിയും. ഇപ്പൊ കാവ് എത്രമാത്രം സംരക്ഷിക്കുന്നു അത്രയും നമ്മുടെ ആ പിന്നെ കുടുംബവും തറവാടും കുടുംബാംഗങ്ങൾക്കൊക്കെ പ്രൗഢിയുണ്ടാവും. മനസ്സിലായോ? ഇപ്പൊ ചേട്ടന്റെ ഭാഗത്താണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റല്ല, ഇങ്ങനത്തെ ഒരു സാധനമാണ്. അതിന് നമ്മൾ വലിയ കാര്യമാക്കി എടുക്കണ്ട, നമ്മളങ്ങ് നടത്തുക. മനസ്സിലായോ? എല്ലാം നടന്നില്ലേ? ചുമ്മാതെ കിടന്നൊരു സ്ഥലം പിന്നെ ഒരു ചെറിയൊരു കൂരയ്ക്കാതിരുന്ന ആളിനെ നമ്മൾ ഇത്രയാക്കി അല്ലേ? ഒരു ചെറിയൊരു കൂരയ്ക്ക് അതൊന്നും ആലോചിച്ച് നോക്കണം. അതായത് എന്തെല്ലാം സാധനങ്ങൾ ഉണ്ടായിരുന്നു, അതിനെ നമ്മൾ ഇത്രയാക്കിയില്ല. അപ്പൊ എന്നേക്കാൾ കഴിയുമെങ്കിൽ ബാക്കിയോടെ നമുക്ക് നടക്കും. അതാണ് നമ്മളെ കാവിൽ ഒരു തടസ്സമാണ് അത് സാധിക്കും. അങ്ങനെ സംസാരിക്കുന്നത് തന്നെ ചേട്ടൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. അവിടെ ചില പ്രശ്നങ്ങൾ വരും, ആ വീട്ടിൽ അർത്ഥങ്ങൾ വരാം. അത് വരാതെ നോക്കിക്കോണം. പിള്ളേരുടെ ഇടയിൽ കർക്കടക രാശി ഒരു കുഴപ്പമില്ല. ഇപ്പോഴാ രാശി ഉത്തമമായിട്ട് നാളെ കറക്റ്റായിട്ട് നിൽക്കുക ഇങ്ങനെ നമുക്ക് തണലായിട്ട്. അപ്പൊ അത് ആ രീതി തന്നെ പോകും കേട്ടോ. ഒന്നും വിഷമിക്കണം, എല്ലാം ഭഗവാനുണ്ട് കൂടെ. മറ്റേ താഴെ മോള് പറഞ്ഞില്ലേ, മോളിയുടെ അവിടെ കൂടെ വഴി ഇങ്ങോട്ട് എടുക്കാമെന്ന്. വഴിയുടെ പ്രശ്നമല്ലേ എൻ്റെ അത് അല്ല, ഈ കുഞ്ഞമ്മയുടെ മക്കളുടെ വീട്ടിൻ്റെ 2 വീട്ടിൻ്റെ ഇടയിൽ കൂടെ ഉള്ള അതിലെ കൂടെ വഴിയായാൽ ഈ ക്ഷേത്രത്തിലേക്കും അമ്മ വീട്ടിലേക്കും ഉള്ളത് മാത്രം പൊതുവഴിയായിട്ട് കൊടുക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ അവർക്ക് 2 പേർക്കും ഓരോ ഗേറ്റ് ഇട്ടാൽ മതിയല്ലോ ചേച്ചി എന്ന് പറഞ്ഞാൽ മീറ്റിങ്ങിൽ സംസാരിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ മീറ്റിങ്ങിന് അവർക്ക് വരാൻ പറ്റിയില്ല. അതങ്ങനെ അതുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ നടക്കും. അതെ, ഇപ്പോൾ ഒറ്റയടി പാതയല്ലേ ഉള്ളൂ, മറ്റേ നമുക്കൊന്നും കൊണ്ടുവരാൻ പറ്റില്ലല്ലോ അല്ലേ? മറ്റേത് വണ്ടി കയറുന്ന രീതിയാണ്. അതെ അതെ. കാവ് വന്നു കഴിഞ്ഞാൽ വീതി മാറുമെന്നാണ്. കാവ് വന്നു കഴിയുമ്പോഴേ വീതി അനുകൂലമായിട്ട് സർപ്പങ്ങൾ തന്നെ ഞാൻ വലിച്ചെടുക്കും വഴി. അങ്ങനെ പ്രത്യേകതയാണ്. വഴി വരും. അതിപ്പം ചിന്തിക്കണ്ട. ആവശ്യമുള്ളവർ ഇങ്ങോട്ട് എന്ന് പറയും, ഇങ്ങനെ ചെയ്തോ എന്ന് പറയും. അങ്ങനെയാണ് അങ്ങനെ അവസ്ഥ ഉണ്ടാവും. അതുപോലെ നേരത്തെ വിളക്ക് വിളക്ക് എണ്ണ ഒഴിക്കാൻ സുലിനാണ് ഒഴിക്കുന്നത്. അവർ നേരിട്ട് ഒഴിക്കുന്നതിന് എന്തെങ്കിലും നേരിട്ട് ഇപ്പൊ നമ്മൾ ചെയ്യണ്ട. അങ്ങോട്ട് ഒഴിച്ചു കഴിഞ്ഞാലേ അതൊരു ഇതായി മാറും. പിന്നെ എല്ലാവർക്കും ഒരു ഞങ്ങൾ ഒഴിക്കണം. ഇപ്പൊ ഒരാള് നമ്മൾ അധികാരി സ്ഥാനത്ത് വെച്ച് അതല്ലേ നല്ലത്. അതാണ് നല്ലത്. അപ്പൊ അത് കൂടെ വ്യക്തമാക്കാൻ വേണ്ടിയാണ് അതാണ് നല്ലത്. അത് തന്നെ മതി. കുറച്ചുകൂടെ ഒരു പവർ വരുമായിരുന്നു. സുന്നത്തിക്കുമ്പോൾ അതിൻ്റെതായിട്ടൊരു തേജസ്സാണ്. അല്ല, അത് അങ്ങനെ മതി. അസുനിൽ കത്തിക്കുന്ന ആ രീതി ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ, ആ രീതി മനസ്സിലായി. അപ്പൊ ആ രീതി തന്നെ നമുക്ക് അങ്ങനെ പോട്ടെ. സുല്ലതിൻ്റെതായ രീതിയിലൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു പവറായിട്ട് നമുക്ക് ചെയ്യാം. വേറെ ഒന്നും അത് നോക്കണ്ട. ഈ ഓരോ തവണ ചെയ്യുമ്പോഴും നമ്മുടെ അനിഷ്ടതകളാണ് മാറുന്നത്. കുറച്ച് പരീക്ഷണങ്ങൾ നമ്മുടെ ഇതിനകത്ത് വരും. ഈ ക്ഷേത്രത്തിന് അങ്ങനെ പ്രശ്നമുണ്ട്. പരീക്ഷണം ഒത്തിരി വരും. ഈ പരീക്ഷണങ്ങളെയൊക്കെ നമ്മളിങ്ങനെ തട്ടി ഒരു കുഴപ്പമില്ല. അവർക്ക് വേണ്ടിയല്ല നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗണേശോത്സവത്തിന് അതുപോലെ തന്നെ കുടുംബത്തിനകത്ത് വന്ന ആളാണ് ഞാൻ. അപ്പോൾ അതുപോലെ കുടുംബത്തിലെ കാര്യത്തെ പറ്റി ഇവരുടെ റിലേറ്റീവിലെ പലരുടെയും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കുടുംബവും ഇതുപോലെ വെച്ചിട്ടുണ്ട്, എന്തങ്ങോട്ട് വരാത്തത്. അതിൽ ചിലപ്പോൾ എൻ്റെ കൂടെ എൻ്റെ വൈകിട്ടാണ് ചേട്ടൻ പറയാൻ പോകുന്നത്. അവർക്ക് വരാമല്ലോ, അവർക്ക് വരേണ്ട കാര്യമുണ്ടല്ലോ. അപ്പോൾ അതല്ല, നമ്മൾ ക്ഷണിക്കണം. അവരുടെ സ്ഥലത്ത് അവർ മാറി നിൽക്കുന്ന നമ്മൾ ക്ഷണിച്ചാലേ അവർ വരുള്ളൂ. വരുമ്പോഴേ അവർക്ക് അതിൻ്റെതായ അപ്പൊ അങ്ങനെ പറയുന്നതുകൊണ്ട് തെറ്റില്ല. ഇല്ല, അത് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ 2 കാരണങ്ങളുണ്ട് ചേട്ടാ. അതിനകത്ത് രസം എന്ന് വെച്ചാലേ
ഈ കുടുംബാംഗങ്ങളിൽ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണല്ലോ ഈ ക്ഷേത്രം തിരയുന്നത്. അതെ അതെ അതെ. നമുക്കൊരു ബുദ്ധിമുട്ട് നമ്മൾ എന്താണ് പ്രശ്നം, നമുക്ക് പറഞ്ഞ് നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പോകുന്നില്ല. അപ്പൊ നമ്മളൊരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയാണ് വിളിക്കുന്നത്. അപ്പൊ എന്റെ കുടുംബക്ഷേത്രം മൂകാംബിക ആയാലും ഞാൻ പോയില്ലെങ്കിൽ ഫലമില്ല. മനസ്സിലല്ല, എനിക്ക് എൻ്റെ കുടുംബക്ഷേത്രം ഏറ്റവും ഫേമസ് ആയിരിക്കുന്ന ഒരു സ്ഥലമായാലും ഞാൻ പോയില്ലെങ്കിൽ ഒരു കഥയില്ല. പോകണമെന്നാണ് നിയമം. മനസ്സിലായി? പോകാതോടൊപ്പം ദർശിക്കാതെ നമ്മൾ ഒരു തരത്തിൽ നടക്കില്ല. അപ്പൊ എന്തായാലും കുടുംബാംഗങ്ങളെ ഒന്നുകൂടെ കൂട്ടിയോജിപ്പിച്ച് നമ്മുടെ വ്യാസം പൂർത്തീകരിക്കും. അമ്മ വീടെന്നുള്ള ആ ഒരു സങ്കല്പത്തിൽ എല്ലാ കുടുംബാംഗങ്ങളെയും നമ്മളൊന്ന് കൂട്ടിയോജിപ്പിക്കും. അപ്പൊ ഒന്നുകൂടെ പവർ വരുന്നു. മനസ്സിലായി? അഭിപ്രായങ്ങൾക്കല്ല, ദർശനത്തിന് മാത്രം. അഭിപ്രായം നമ്മൾ മതി അല്ലേ? ഈ അഭിപ്രായം ഒരുപാട് കുഴപ്പമാണ്. അപ്പൊ അതുകൊണ്ട് അഭിപ്രായങ്ങൾക്ക് വേണ്ടിയല്ല അവര് നമ്മുടെ കൂട്ടിയോജിപ്പിക്കും. അത് അങ്ങനെ ഒരു സിസ്റ്റം ചെയ്യുന്നതല്ല. സധൈര്യം നമുക്ക് മുന്നോട്ട് പോവാം. ഭഗവാൻ ഉണ്ട് കൂടെ കേട്ടോ. ഞാൻ പറഞ്ഞറിയാമോ, ഗണേശോത്സവത്തിന് ഇവിടുന്ന് ഫസ്റ്റ് പുറപ്പെടുമ്പോൾ ഞാൻ പറഞ്ഞ് അനിഷ്ടതയുണ്ട്, സൂക്ഷിക്കണമെന്ന് പറഞ്ഞു എന്ന് വ്യക്തമായി പറയും. അന്നത്തെ ദിവസം രാവിലെ കറണ്ടിന്റെ വർക്ക് നടക്കുക, മീൻസ് മൈക്ക് സെറ്റുകാർ 3 പേരാണ് മൈക്ക് സെറ്റിന് വന്നത്. ഒരാള് ഒരു വയറ് ഇങ്ങനെ പിരിക്കുന്നു, ഒരാള് ഇത് കുത്തുന്നു, ഒരാള് സ്വിച്ച് ഇടും. ഈ പിരിച്ചവൻ മാറ്റിയില്ല, സ്വച്ഛിട്ടവൻ അറിഞ്ഞില്ല, പിരിച്ചുകൊണ്ടിരിക്കുക. ഒറ്റ അടിയായിരുന്നു. ഭഗവാൻ കാത്തുകൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷെ ഇവിടുന്ന് ഇവിടം വരെ പൊള്ളി ഒരു കേസ്. അതെല്ലാം കഴിഞ്ഞ് ഒരു തടസ്സങ്ങളില്ല. ഹോമോപങ്ങൾ ഗംഭീരമുണ്ട്, ഒരു പ്രതിബന്ധമില്ല. 108 ഹോമോണങ്ങൾ ഉയർന്ന എല്ലാം ഭംഗിയായി. തിരിച്ചിറങ്ങാൻ തന്നെ ഞാൻ പറഞ്ഞു, ഇന്നും സൂക്ഷിക്കണം. കടലിലേക്കാണ് യാത്ര. ഒരു തവണ കടലിൽ പോയപ്പോഴാണ് നമ്മളെത്തുന്നതിന് മുമ്പ് കഞ്ചാവ് അടിച്ച് പിള്ളേർ കടലിൽ കയറണം മരിച്ചു. നമ്മളോട് ബന്ധമില്ല. പക്ഷെ എന്നാലും വ്യത്യാസം ജന്മഭൂമി പത്രത്തിലെ ന്യൂസ് വന്നത് ലക്ഷ്മി വിനായക ക്ഷേത്രത്തിൽ നിന്ന് ഗണേശോത്സവത്തിന് പുറപ്പെട്ടപ്പോൾ തിരയിൽപ്പെട്ട് ഒരു കുട്ടി മരിച്ചു. ഇതിനകത്തില്ല, തെളിവില്ല. ഇപ്രാവശ്യം നമ്മൾ ഫയർഫോഴ്സ്, ആംബുലൻസ് എല്ലാം ഉണ്ട്. സിസ്റ്റമായിട്ട് എല്ലാ പ്രാവശ്യവും ഉള്ളതാണ്. പോകുന്ന വഴിവക്കിൽ വെച്ച് ഒരു മുസ്ലിമിന്റെ വാഹനം ഒരു 10-20 പേരുമായി വന്ന് വലിയൊരു വണ്ടി വന്ന് ചൈൽഡ് വണ്ടി, ഗണപതിയുടെ ഈ വണ്ടിക്ക്. അപ്പൊ കൊച്ചു പിള്ളേർ അതിനകത്തിരിക്കുന്നു. ഞാനിപ്പോഴും പറഞ്ഞു സൂക്ഷിക്കണം, അവിടെ എത്തുന്നതിനുള്ളിൽ പ്രശ്നമാണ്. ഇല്ലെങ്കിൽ തെരുവിൽ പ്രശ്നം ഉണ്ടാവും, ഇല്ലെങ്കിൽ ഇവിടെ ദിവസം അതുപോലെ തന്നെ സംഭവിച്ചു. പക്ഷെ ഇവന്റെ വണ്ടി കുരുങ്ങി കിടന്നുകൊണ്ടല്ലോ, ചലിക്കാൻ പറ്റില്ല. 1/2 മണിക്കൂർ അവൻ അങ്ങോട്ട് സ്പീഡ് വന്നവനാ ഇടിച്ച് കയറ്റി ആൾക്കാരുടെ ഇടയിൽ കൊടുത്തു. വലിയ മറ്റേ ഇതുണ്ടല്ലോ, വലിയ വണ്ടി, എന്താ പറയുക, 10-20 പേര് പോകാനാണ്, ബ്ലോക്കായി കിടക്കും. അവന്റെ വണ്ടിയുടെ ഒരു സൈഡ് പൂർണ്ണമായി പോയി. നമ്മളെ കൊണ്ടുപോയ വാഹനത്തിന് കുഴപ്പമില്ല, ഗണപതിക്ക് കുഴപ്പമില്ല, ഒന്നിനും പ്രശ്നം. അപ്പൊ ഞാൻ പറഞ്ഞ തടസ്സങ്ങൾ പലതിലും വരും. അപ്പൊ ആ തടസ്സങ്ങളൊക്കെ നമ്മളിലുള്ളതായ ദുരിതത്തെ ഇല്ലാതാക്കാം. അതിനെ അങ്ങ് ദൂരെ കളഞ്ഞേക്കണം. അത് വളരെ ശാന്തമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യും. ഒരു കാരണവശാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ അമ്പലത്തിന് മുമ്പിൽ വെച്ച് ഒരു കലഹം ഉണ്ടാകും. പരസ്പരമായ ഐക്യക്കുറവ് വരും. ഇപ്പൊ മീറ്റിങ്ങും തർക്കമൊക്കെ വരുമ്പോൾ അത് സ്വാഭാവികം. പക്ഷെ നട പറഞ്ഞിരുന്ന് പൂജാവിധാന സമയങ്ങളിലോ പൊങ്കാല സമയത്തോ ഒരു ഭാവപ്രകടനങ്ങളോ തർക്കങ്ങളോ വരരുത്. എന്താ കാര്യം എന്ന് വെച്ചാൽ അകത്തിരിക്കുന്ന ആള് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിൽ കണ്ണുനീര് വീഴും. അകത്തിരിക്കുന്ന ആള് അമ്മയുടെ കണ്ണുനീര് അവിടെ വീഴും. എങ്ങനെ, അയ്യോ എൻ്റെ മക്കള് ദുഃഖിക്കുന്നല്ലോ, അത് വിഷമമായിട്ട്. ഒരാളും തമ്മിൽ തർക്കം ചെയ്യാൻ വരുന്ന ആൾ അവിടെ തർക്കിക്കട്ടെ, നമ്മളങ്ങനെ ഉണ്ടാവും. അത് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞു വെച്ചാൽ ഒരിക്കൽ പോലും നമുക്ക് ചിലപ്പോൾ കാണാത്തത് ഇഷ്ടപ്പെടാതെ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായി ചർച്ച ചെയ്യും. പക്ഷെ ആ അവസ്ഥ വരരുത്. നോട്ട് നോർമൽ ആ രീതിയിൽ പോകും. നാളെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഒരു വീട്ടിലും തങ്ങാതെ അവിടെ തന്നെ ഇടമുണ്ട്. നമുക്കവിടെ വരുന്നവർക്ക് അവിടെ താമസിക്കാനും അവിടെ വേഷം മാറാനും അവിടുന്ന് ഭക്ഷണം കഴിക്കാനും ഒക്കെ ഉള്ള എല്ലാ സൗകര്യവും അവിടെ ഉണ്ടാവും. അതിനകത്തൊരു ബുദ്ധിമുട്ടും വരില്ലേ. അത്തരത്തിൽ കാര്യങ്ങൾ നമുക്ക് പോട്ടെ, ഒരു തടസ്സവും വരത്തില്ല. എന്തായാലും ഇതിപ്പോൾ നാഗരെത്തുമ്പോൾ ഒന്നുകൂടെ അതിന് പ്രൗഢിയായി. ഈ രാജപ്രമാണിക്ക് കിരീടം ചാർത്തുന്നതാണ് നാഗരത്നം. അപ്പം രാജപ്രമാണിയായിരിക്കും ദേവിക്ക് കിരീടമാണ് ആര്, നാഗര്. മനസ്സിലായി? അപ്പൊ നാഗര് വന്നു കഴിയുമ്പോൾ അവിടുത്തെ എല്ലാ കാര്യങ്ങളും കട്ടിയായി. നമുക്ക് പല സംഭവങ്ങളും നടത്താൻ പറ്റും. സപ്താഹത്തിന് ആളെ തിരക്കണ്ട, നമുക്കുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായി, ഒന്നിനും വേറെ ആളെപ്പോണ്ട്. എല്ലാത്തിനും നമ്മുടെ കുടുംബത്തിലുള്ള ആ ഒരു പവർ അവിടെ കാണിക്കാൻ പറ്റും. അവരുടെ മുന്നിലാണ് അത് കാണിക്കുന്നത്. അതനുസരിച്ച് നമുക്ക് നേടാൻ പറ്റുന്ന ഒരു തടസ്സമില്ല കേട്ടോ. സന്തോഷമായിട്ട് കാര്യങ്ങൾ ആ രീതിയിൽ തന്നെയാണ്. എന്തായാലും എന്നത്തേക്കാ ഉദ്ദേശിക്കുന്നതില്ല, എന്നത്തേക്കാ കാര്യങ്ങൾ? ഈ തച്ചൻ വന്നിട്ട്
അല്ല അതല്ല കാര്യങ്ങൾ തുലാം തുലാം കഴിഞ്ഞിട്ട് വൃശ്ചികം തുടങ്ങുന്നത്. ധനു മകരം മകരത്തിലല്ലേ നമ്മുടെ പരിപാടി 4 മാസമേ ഉള്ളൂ. കുംഭം അല്ല തുലാം കഴിഞ്ഞിട്ട് തുടങ്ങാന്നല്ലേ പറഞ്ഞേ? തുലാത്തിൽ ആയില്യം കഴിയുമ്പോൾ തുടങ്ങാം. തുലാത്തിൽ ചെയ്യാൻ കന്നിയിലെ ആയില്യം കഴിഞ്ഞിട്ട് തുലാത്തിൽ ആയില്യം കഴിയുമ്പോൾ നമുക്ക് ആരംഭിച്ചാൽ ഒന്നുകൂടെ അതിന് തേജസ് ഉണ്ടാവും. ശില്പി വന്നിട്ട് പറഞ്ഞാൽ ഭാര്യയിലേക്ക് നമുക്ക് ഒരു ദിവസം കെട്ടിയിട്ടുണ്ട്. കെട്ടിയിടണം. പിന്നെ അതിനൊരു ശിലാസ്ഥാപനം തുലാമാസം കഴിയുമ്പോൾ അങ്ങ് തുടങ്ങിപ്പോ ഒറ്റപ്പീഠം മതി. ഒരു വലിയ പീഠം വെച്ചിട്ടെ അതിലകത്തേക്ക് 3 പേരെയും നടുക്ക് 2 സൈഡിലും നാഗരാജാവ് നാഗേക്ഷി വെച്ച് നടുക്ക് ചിത്രകൂടം അങ്ങനെ വയ്ക്കും. മനസ്സിലായി? 2 സൈഡിലും നാഗരാജാവ് നാഗേക്ഷി നടുക്ക് ചിത്രകൂടം അങ്ങനെ വയ്ക്കുമ്പോൾ അതൊന്നുകൂടി തേജസ്സായിട്ട് തുടങ്ങും. ഭയങ്കര പവറായിട്ട് വരും. ഇതിന്റെ രൂപവും മാറുകയെ. അതാണ് എൻ്റെ പറഞ്ഞു. അപ്പൊ ഇത് കഴിയുമ്പോൾ ദേവി പറയും എന്നാ ശരി എന്നെ കൂടി നീ ഇരുത്തിക്കോ, കുഴപ്പമില്ല. തിരുമേനി എനിക്കൊരു സംശയം. ഇതിന്റെ തൊട്ടടുത്ത വീട്ടിലുള്ള ചേച്ചി പുതിയ വീട് വെച്ച് അവര് സിറ്റിയിൽ താമസിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് പുതിയ